ഹലോ ബഡീസ്. അപ്പോൾ നമുക്കൊരു ഒറ്റ മൈൻഡ് ട്രിപ്പ് പോയാലോ അല്ലേ? കുറേ നാളായി ഒരു ട്രിപ്പ് പോയിട്ട് കേട്ടോ. എന്തായാലും നമ്മൾ കെമ്പേഗൗഡ, അതായത് ബാംഗ്ലൂർ കെമ്പേഗൗഡ എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ട്. ഇവിടുന്ന് നന്ദി ഹിൽസിലേക്ക് 34 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്ര. ഞാനും ആരാ പോകണമെന്ന് അറിയോ? നമ്മുടെ ധനുഷ് ബ്രോ. എനിക്കും ധനുഷ് ബ്രോയ്ക്കും കൂടി 2 കാറുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും ബാംഗ്ലൂരിൽ ഊബർ ഡ്രൈവേഴ്സാണ്. എന്തായാലും 2 വണ്ടിയും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങേരുടെ കാർ അവിടെ നിർത്തിയിട്ട് എൻ്റെ കാറിൽ ഒന്ന് പോകണം കേട്ടോ. ഞങ്ങൾ 2 പേരും ബാംഗ്ലൂർ വന്നിട്ട് ഏകദേശം 2 മാസം കഴിയാറ്. വന്നത് മുതൽ ഇതുവരെ ഫുൾ ഡ്യൂട്ടി തിരക്കാണ്. ജോലി ആകെ മൊത്തം പ്രാന്തായ അവസ്ഥയിലാണ്. എന്നും പ്ലാനിങ് മാത്രമേ ഉള്ളൂ, എവിടെയെങ്കിലും നമുക്ക് പോയാലോ എന്നൊക്കെ. ഇന്നെന്തായാലും ഞങ്ങൾ ഒറ്റ മൈൻഡിൽ പെട്ടെന്ന് തീരുമാനിച്ചു ഈ ട്രിപ്പ്. അങ്ങനെ ധനുഷ് ബ്രോ മുടിയൊക്കെ ചീകി സെറ്റായി. അങ്ങേരോട് തന്നെ ഞാൻ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബഡീസ്. റോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഹൈവേ അല്ലേ, പൊളി. നന്ദി ഹിൽസ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാലേ 120 പഠിക്കാൻ തോന്നുട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ എല്ലാ ടാക്സികളിലും 80 മേലെ സ്പീഡ് പോകാൻ പാടില്ല. അത് ഇവിടെ മാത്രമാണോ അതോ ഓൾ ഇന്ത്യ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നമ്മൾ എത്ര ആഞ്ഞു ചവിട്ടിയാലും 80 തന്നെ പോവുള്ളൂ വണ്ടി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ എന്തൊക്കെയാ സംസാരിക്കുക, അതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളും സംസാരിച്ചുകൊണ്ട് പോണത്. 3-4 മാസം യൂബർ ഓടിച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ബാംഗ്ലൂരിൽ ഊബർ ഓടണമെന്നാണ് പ്ലാൻ. അത് കഴിഞ്ഞാൽ പിന്നെ പറയണോ, പൈസക്കാരാവണം, ട്രിപ്പ് പോകണം, ഇതൊക്കെ തന്നെയാ സംസാരം. നിങ്ങൾക്കുമില്ലേ ഇതുപോലൊരു ചങ്ക്? ബിസിനസ് പ്ലാൻ പറയാനും ട്രിപ്പിന്റെ പ്ലാൻ പറയാനും പൈസക്കാരായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കാര്യം പറയാനുമുള്ള ഒരു ചങ്ക്. സത്യം പറയട്ടെ ബഡീസ്, ഇത്രയും നാളും ഡ്യൂട്ടി തന്നെയായിരുന്നല്ലോ. ഇന്നിപ്പോ ട്രിപ്പ് പോകുന്ന ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പീസ്ഫുൾ മൈൻഡ് കേട്ടാ. അപ്പോൾ ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു, ഇനി വീക്ക്ലി ഒരു ട്രിപ്പെങ്കിലും നമുക്ക് പോകണം കേട്ടോ. പോണ വഴിക്ക് തമിഴ്നാട് ചക്കയൊക്കെ കണ്ടിട്ടോ. അവിടുന്ന് ചക്ക കൊണ്ടുവന്നിട്ട് ഇവിടെ 12 പീസിന് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബിസിനസ് മൈൻഡ്. അങ്ങനെ ഹൈവേയിൽ നിന്നും നന്ദി ഹിൽസിലേക്കുള്ള വഴി തിരിഞ്ഞു. എന്തായാലും ബഡീസ്, ഞാനും ധനുഷ് ബ്രോയും ഇന്ന് ഹാപ്പിയാണ്. വല്ലാത്തൊരു എക്സ്പെക്ടേഷനും കൂടെ. അങ്ങനെ ഞങ്ങൾ 2 പേരും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് പല മലകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗസ് ചെയ്യായിരുന്നു, അതാണോ നന്ദി ഹിൽസ് അല്ലെങ്കിൽ അതാണോ നന്ദി ഹിൽസ് പറഞ്ഞിട്ട്. അങ്ങനെ മാപ്പ് നോക്കിയപ്പോൾ 15 കിലോമീറ്റർ 22 മിനിറ്റ്. വേറെ ഒരു കാര്യം പറയട്ടെ ബഡീസ്, ഇവിടേക്കുള്ള റൂട്ടില്ലേ അടിപൊളിയാണ് കേട്ടോ. അട്ടപ്പാടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല അന്തരീക്ഷമാണ് ഈ ഭാഗത്ത്. അങ്ങനെ പോയി ഏകദേശം എത്താറായിട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ 2 മലകൾ കാണുന്നില്ലേ, അതിലേതോ ഒന്നായിരിക്കണം നന്ദി ഹിൽസ് എന്ന് ഉറപ്പിച്ചു. ഇനി വെറും 7 കിലോമീറ്റർ സംതിങ് ഉള്ളൂ. ഇവിടേക്ക് വരുമ്പോഴേ ഒരു സീസൺ ആണ് കേട്ടോ, സെപ്റ്റംബർ മാസം. ഞങ്ങൾ പോണതോ മെയ് മാസം. മരങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്ത് ഭയങ്കര ചൂടാട്ടോ, പൊരിഞ്ഞ വെയിൽ. ഏകദേശം എത്താറാവുമ്പോഴേക്കും ഒരു റെസ്റ്റോറന്റ് വണ്ടി നിർത്തി. ചെറിയ ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വലിയ ഹോട്ടലിൽ കയറിയത്. മുടിഞ്ഞ റേറ്റ് പറഞ്ഞാൽ മുടിഞ്ഞ റേറ്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ബില്ലൊന്നും നോക്കാൻ പാടില്ല, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലവുണ്ടാവും. ഞങ്ങൾ കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ 2 സെറ്റ് പൂരിയാണ് ഓർഡർ ചെയ്തത്. നല്ല വിശപ്പായതുകൊണ്ട് നല്ല പോളിംഗ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മണിക്ക് ആയിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമൊക്കെ കഴിഞ്ഞില്ലേ. അങ്ങനെ ഫുഡിങ് കഴിഞ്ഞതും 2 വട ഓർഡർ ചെയ്തു കേട്ടോ. വട, ചട്നി, സാമ്പാർ ഇത് വേറെ പ്ലേറ്റിലാണ് കൊണ്ടുവന്നത്. പൂരിയും കുറുമയും അടിപൊളിട്ടാ, ഒരു രക്ഷയില്ല. വടയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന വടയാട്ടോ. പൊരിഞ്ഞ ചൂട് ഊതി തന്നു. ധനുഷ് ബ്രോ വീഡിയോ എടുക്കുമ്പോൾ പോളിങ് കുറവാ, വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ആള് ഭയങ്കര പോളിങ്. അതും കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ ഭിത്തിയിലൊരു ഫോട്ടോ കണ്ടത്. ഞങ്ങൾ ഇനി പോവാൻ പ്ലാൻ ചെയ്ത ഓരോ സ്ഥലങ്ങളുടെ ഫോട്ടോസ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നന്ദി ഹിൽസിന്റെ റൂട്ടിലേക്ക് കയറി. ഇനി എവിടെയും നിർത്താനില്ല, നേരെ നന്ദി ഹിൽസ്. താഴെയുള്ള ചെക്ക് പോസ്റ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുക്കണം. 2 പേർക്കും കൂടിയിട്ടാണ് 100 തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം നമ്മൾ മലയുടെ മേളിലേക്കാണ് കയറി പോണത്. 2 സൈഡും കാടാണ്. ബഡീസ് ഒന്ന് പറഞ്ഞോട്ടെ, എന്തായാലും നന്ദി ഹിൽസിലേക്കുള്ള ഈ സ്റ്റാർട്ടിങ് വഴിയില്ലേ പൊളിയാണ് കേട്ടാ, നല്ല രസമുണ്ട്, അടിപൊളി.
ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും വിജനമായ റോഡ്, രണ്ട് സൈഡും കാട്. സീസൺ സമയത്തൊക്കെ ഈ റോഡൊക്കെ ഫുള്ളായിരിക്കും. ഒരു 1.5 മണിക്കൂറിന്റെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ പോകുന്നത് ഇപ്പോൾ മലയുടെ സൈഡ് കൂടെയാണ്. ഒരു രക്ഷയില്ല ബഡീസ്, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കുറച്ചുകൂടെ ഇങ്ങനെ മേലെ കയറി പോകുമ്പോൾ താഴേക്ക് നോക്കി കഴിഞ്ഞാലേ താഴെ നിന്ന് നമ്മൾ കയറി വന്ന റോഡ് കാണാം. ബഡീസ്, ഇത് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എന്നാലേ നമുക്ക് കുറച്ച് ഹിസ്റ്ററി കേട്ടാലോ? ഞാൻ വിചാരിച്ചത് ഇത് വലിയൊരു ടെമ്പിൾ ആണെന്നാണ്. ചെറിയൊരു ടെമ്പിൾ ഉണ്ട്, അത് ടോപ്പിലാണ്. കാണിച്ചു തരാം. വലിയൊരു നന്ദിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട് അവിടെ. എന്റെ ക്യാമറയ്ക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നന്ദി ഹിൽസിന്റെ മെയിൻ കവാടം കടന്നു. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഹിസ്റ്ററി കേട്ടാലോ? കർണാടകയിലെ ചിക്കബല്ലാപൂർ എന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ നന്ദി ഹിൽസ്. ഇതിന്റെ വേറൊരു പേരാണ് നന്ദി ദുർഗ്. ഇതൊരു ലോഡ്ജാണ് കേട്ടോ, നമ്മുടെ ടിപ്പു സുൽത്താന്റെ. സമുദ്രനിരപ്പിൽ നിന്നും 1479 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയത്തിനും കോടമഞ്ഞിനും പേര് കേട്ടതാണ് ഈ നന്ദി ഹിൽസ്. നമ്മുടെ ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. ഇവിടെ എല്ലാ കോട്ടകളിലും ഉള്ള പോലെ വാച്ച് ടവർ ഉണ്ട്, കോട്ടേജസ് ഉണ്ട്. ടിപ്പു സുൽത്താനും ഹൈദരലിയും കൂടിയാണ് കേട്ടോ ഈ കോട്ട നിർമ്മിച്ചത്. സത്യത്തിൽ പറഞ്ഞാൽ എത്ര മനോഹരമാണെന്നറിയോ നമ്മൾ ഈ മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ. സെപ്റ്റംബർ നവംബർ മാസം വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് തോന്നും. തണുപ്പും മഞ്ഞും കൊണ്ട് ഇങ്ങനെ മൂടി കിടക്കുമായിരുന്നു. ഇങ്ങനെ മലയുടെ മുകളിലും ചുറ്റിലും നമുക്കൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ പേരാണ് യോഗനന്ദീശ്വര ക്ഷേത്രം. പിന്നെ ഒന്നുള്ളത് അമൃത് സരോവർ ജലസംഭരണിയാണ്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ വാച്ച് ടവർ ഇതാണ് കേട്ടോ. ഈ വാച്ച് ടവർ എന്തിനാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും അല്ലേ? ശത്രുക്കൾ കടന്നു കയറുകയാണെങ്കിൽ ഇത് കൂടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ബഡീസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങ് ദൂരെ ഒരു മല കണ്ടോ, ഒരു മൺകൂന പോലെ. അപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ എത്ര ഉയരത്തിലാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ വെയിൽ കൊണ്ട് നടന്ന് ക്ഷീണിച്ചിട്ടോ രണ്ടുപേരും. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇത് മൊത്തം ചുറ്റി കാണണം എന്നാണ് നമ്മുടെ മനസ്സിൽ. ഇവിടെ കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് റൂം എടുക്കാനൊക്കെ പറ്റും. ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ വന്ന് റൂം എടുക്കാം. ഒന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പുലർച്ചെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും കേട്ടോ, അടിപൊളിയായിരിക്കും. ഒരുപാട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഒരു മലയുടെ സൈഡിൽ ഇരുന്നിട്ടോ. താഴെ നിന്നുള്ള കാറ്റ് നമ്മളെ വല്ലാതെ തണുപ്പിച്ചു. അത്രയും വെയിലിനിടയിൽ ഒരു കാറ്റും കൂടെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പൊളിയല്ലേ? ചൂട് അറിയുന്നേ ഇല്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഒരു കവാടത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു പുലിത്തോല് കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് പുലിത്തോലല്ല, ഒരു പെണ്ണിന്റെ ഷോളാണ് മനസ്സിലായത്. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇത് മാത്രമേ കാണാനുള്ളൂ എന്ന് വിചാരിക്കല്ലോ കേട്ടോ. ഇതിനു വേണ്ടി മാത്രം നമ്മൾ പൈസ ചെലവാക്കിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കേ വേണ്ട. നമ്മൾ വരേണ്ട സീസൺ വേറെ ആയിരുന്നു, അതാണ് പറ്റിയത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതിന്റെ സീസൺ എപ്പോഴാന്നുള്ളത്. അന്ന് വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഒരു 5-6 തവണയെങ്കിലും ഇങ്ങോട്ട് വരും കേട്ടോ. എനിക്ക് എന്തായാലും നന്ദി ഹിൽസ് ഇഷ്ടപ്പെട്ടോ. ഞാൻ എന്തായാലും ഇനിയും വരും. പിന്നെ കണ്ടതാണ് പള്ളാർ റിവർ റീസ്റ്റോറേഷൻ. ഇവിടെ നിന്നും കുറെ നദികളുടെ ഉത്ഭവം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ആർക്കാവതി നദി, പൊന്നയ്യാർ നദി, പള്ളാർ നദി, പാലാഗ്നി നദി, പിന്നെ ഒന്നുള്ളതാണ് പെണ്ണ നദി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബ്രഹ്മാശ്രമം എന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ അടുത്തെങ്ങാനും ഗവൺമെന്റ് നിർമ്മിച്ച ഗുഹയാണെന്ന. ഇത് സ്ഥാപിച്ച വർഷമൊന്നും കാണാനില്ല കേട്ടോ. ഗൂഗിളിൽ നോക്കി കിട്ടിയില്ല. പക്ഷേ ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ട് റെക്കോർഡിംഗ് ആണ്. പല ആണ്ടുകൾക്ക് മുമ്പ് ശ്രീരാമകൃഷ്ണൻ പരമഹംസൻ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. ആ ഗുഹ കാണുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും പേടിയായി. വല്ല അനാക്കോണ്ടയോ പുലിയോ ഉണ്ടെങ്കിലോ. എന്തായാലും അതിനുള്ളിലേക്ക് കയറി നോക്കണം എന്നായി. അതെ നടക്ക് സെറ്റാ, നടക്കാൻ പറയാം. ഞാനാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഓടി വന്നിട്ടോ പേടിച്ചിട്ട്. ഇയാളാണെങ്കിൽ ആദ്യം കയറി പോകുന്നുമില്ല, എന്നെ തന്നെ പറഞ്ഞേക്കണം ആദ്യം. അതിന്റെ ഉള്ളിൽ കുറെ കൊതുകുണ്ടായിരുന്നു. ഒരു ലോഡ് എന്ന് തന്നെ പറയാട്ടോ. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ തേനീച്ചയുടെ സൗണ്ട് പോലെയാ. ഹലോ, അതിപ്പോ ദൈവത്തിന്റെ ഫോട്ടോ ഇരുന്നോ. പേടിപ്പിക്കല്ലേ.
ബഡീസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രം, നന്ദീശ്വര ക്ഷേത്രം. നന്ദിയെ പ്രാർത്ഥിക്കുന്നവർ ചെവിയിൽ എന്തെങ്കിലും പറയും. നന്ദിയുടെ ചെവിയിൽ പറയുന്ന കാര്യം നടക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കും നന്ദിയുടെ ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞു നോക്കിയാലോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടോ. ഇനി അടുത്തത് എക്സിറ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും ഒരുപാട് നടക്കാനുണ്ടെന്ന് മനസ്സിലായി. 2-3 പേരൊക്കെ കൂട്ടായിട്ട് പോവുകയാണെങ്കിൽ സുഖമായിരിക്കും കേട്ടോ. കയറ്റം കയറുന്നതേ അറിയില്ലായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴേ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഹോട്ടൽ കണ്ടു. ഞങ്ങൾ അവിടെ ഫുഡൊന്നും കഴിക്കാൻ പോയില്ല കേട്ടോ. പകരം എന്റെ ഫേവറേറ്റ് ആയ ഗോലി സോഡ കുടിച്ചു. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ മലയുടെ ടോപ്പിൽ എങ്ങനെ ഹോട്ടൽ വന്നു. ഞാനും ആദ്യം കണ്ടപ്പോ ഒന്ന് ഞെട്ടിട്ടോ, ഹോട്ടൽ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. മലയുടെ ഏറ്റവും ടോപ്പ് വരെ ടാർ റോഡ് ഉണ്ട് കേട്ടോ. ടോപ്പിൽ വേറെ തന്നെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, പിന്നെ ജ്യൂസിന്റെ ഷോപ്പ് ഉണ്ട്, ഫ്രൂട്ട്സിന്റെ ഷോപ്പ്. ആദ്യം തന്നെ ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് ചൂട് കാരണം ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു. പെട്ടെന്ന് തന്നെ എന്റെ അടുത്തിരുന്ന് ധനുഷ് ബ്രോ എണീറ്റ് പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം എന്താ അറിയോ, അടുത്തേക്ക് ഒരു കുരങ്ങ നേരെ വരുന്നത് ആള് കണ്ടു. വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അത് കണ്ടുമില്ല. എന്റെ നേരെ നോക്കിയിട്ട് ഗർജിക്കുകയാണ്. ഞാനാകെ പേടിച്ച് വിറച്ചിട്ടോ. എന്റെ മേലെ ഞാൻ ചാടിയാലോന്ന് ഓർത്തിട്ട് പോന്ന് പറഞ്ഞിട്ടോ ആ സാധനം പോയില്ല. അപ്പൊ ഗർജനം ഒന്നുകൂടെ കൂടി. ഞാൻ ഒന്നും നോക്കിയില്ല, ഐസ്ക്രീം ഒറ്റ എറിയല്. അതെടുത്ത് പോയിട്ട് നൈസായിട്ട് ഇരുന്ന് കഴിക്കുന്ന കണ്ടില്ല നിങ്ങള്, എന്റെ 40 രൂപയുടെ ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വേറൊന്ന് ഇവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഏറ്റവും ടോപ്പിലാണിത്. റിട്ടേൺ താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അങ്ങനെ കാടിന്റെ നടുവിൽ കൂടെ പോകുമ്പോൾ എനിക്ക് മരത്തിന്റെ മേലെ കയറാൻ തോന്നി. ക്യാമറ ഞാൻ ധനുഷ് ബ്രോയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ മരത്തിൽ കയറാൻ പോയി. ഇങ്ങനെ ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകുമ്പോഴേ ആ ചീവീടിന്റെയും പക്ഷികളുടെയും സൗണ്ട് ഒക്കെ എന്താ രസം എന്നറിയോ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്നൊരു സംഭവം കണ്ടോ. ഞാൻ ധനുഷ് ബ്രോയ്ക്ക് കൈ ചൂണ്ടി കാണിച്ചു. എന്തായിരിക്കും അത്, നമുക്കൊന്ന് പോയി കണ്ടാലോ? പണ്ടെങ്ങാനും ആരെങ്കിലും കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്ത കുളം പോലെ ഉണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, അങ്ങനെയും ആവാം, അല്ലെങ്കിൽ കുടിവെള്ളമായിരിക്കാം. അത് കഴിഞ്ഞൊന്നും കണ്ടത് വലിയൊരു കുളമായിരുന്നു കേട്ടോ, മനുഷ്യനിർമ്മിതമായൊരു കുളം. ബഡീസ്, എന്തായാലും നന്ദി ഹിൽസ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നമ്മൾ മലയുടെ മേലെ ഇങ്ങനെ ഒരു എത്ര കിലോമീറ്റർ നടന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഒരു 3-4 കിലോമീറ്ററൊക്കെ ചുറ്റി നടന്നു തോന്നുന്നു. എന്തായാലും പൊളിയായിരുന്നു. വന്നത് എന്തായാലും നഷ്ടമായില്ല. പൈസ ചിലവായിട്ടുണ്ടെങ്കിലും അത് നഷ്ടമായ പോലെ തോന്നിയില്ല കേട്ടോ. അടിപൊളിയാണ്, സെറ്റ്. എന്തായാലും നിങ്ങളൊന്ന് കാണാം. പക്ഷേ സീസൺ ഇതല്ലായിരുന്നു. ആ സീസണിൽ വരണം. സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊളി വൈബ്. ഇന്നെന്തോ നമ്മൾ വന്ന് എത്തിപ്പെട്ടതേ നല്ല വെയിലുള്ള സമയത്താണ്. എന്നാലും നമുക്ക് അടുത്ത വട്ടം നന്ദി ഹിൽസിലേക്ക് വരാം. നല്ല സെപ്റ്റംബറോ നവംബർ മാസം തോന്നും കേട്ടോ, ആ സമയത്താണ് സീസൺ. അന്ന് വന്നാൽ എന്താ പറയുക, നമുക്ക് മഞ്ഞും ഇങ്ങനെ മൂടി പൊതച്ച് കിടക്കുന്ന മഞ്ഞൊക്കെ കാണാത്രേ. അപ്പോൾ ബഡീസ്, നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.